വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് നിഹാസ് ആൻഡ് ഫീവൽസ് വേൾഡ് ഡയറീസ്. ഇന്ന് ഞാൻ എൻ്റെ കബോർഡ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കാണിച്ചു നോക്കാം. എന്തായാലും ഒരു മാസമായി സ്കൂളൊക്കെ തുറന്നിട്ട്. ആദ്യം ഞാൻ ഈ ഫോണിലെടുത്തതാണ്. എന്നിട്ട് ഈ ഫോൺ പകുതി പണി മുടക്കി. അതായത് സ്വിച്ച് ഓഫ് ആയിന്നല്ല, സ്വിച്ച് ഓണൊക്കെയാണ്. 66% ചാർജിൻ്റെ. ഞാൻ പറഞ്ഞില്ലേ, അത് ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റക്കായതുകൊണ്ട് ഇരിക്കുന്നത് പറ്റില്ല. അപ്പം ഞാൻ ഇന്ന് പുതിയ ഫോണിലാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പം എന്തായാലും നമ്മൾ ഇവിടെ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. കാരണം ഞാൻ ഈ റൂമിലേക്ക് കാലുത്തറില്ല. സ്കൂളിൽ പോകുമ്പോൾ ഞാൻ ഇടയ്ക്ക് മേക്കപ്പിൻ്റെ കണ്ണൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് മാത്രം കൊണ്ട് വരും. എന്നിട്ട് അത് തിരിച്ചവിടെ തന്നെ വയ്ക്കും. വേറെ ഒരു സാധനം ഇവിടെ ഒന്നും എടുക്കാറില്ല. പിന്നെ എടുക്കുകയെന്ന് പറയുന്നത് കാണിച്ചു തരാം. പിന്നെ എടുക്കുന്നത് ഈ ഒരു എണ്ണയാണ്. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഏതൊരു പള്ളിയിൽ നിന്ന് വാങ്ങിച്ചൊരു എണ്ണ, ഒരു കുപ്പി എണ്ണ. അതെന്ന് ഞാൻ തേച്ചിട്ട് മാത്രമല്ല, തലയിലുള്ള നെറ്റിയിൽ നിന്ന് തേച്ചിട്ട് പോകും. ചില സമയത്ത് ഞാൻ രാത്രി തേച്ചിട്ട് പോകും. അപ്പോൾ ബൈ നമ്മൾ പറഞ്ഞു വന്നത്, ഇന്ന് ഞാൻ എൻ്റെ കബോർഡാണ് റിയലി കാണിക്കാൻ പോകുന്നത്. എൻ്റെ കബോർഡ് കണ്ട പട്ടി പോലും കഞ്ഞി വയ്ക്കൂല എന്നാ തോന്നുന്നു. എന്താ ബ്യൂട്ടിഫുൾനെസ് നിങ്ങൾ കണ്ടായി. കെയർ ചെയ്ത് കുറച്ച് കൂടിപ്പോയത്. അതെന്താ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്, നമ്മളുടെ ഈ കബോർഡൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണ്ടേ. കമോൺ, ഇതൊക്കെ സ്റ്റാൻഡിൽ വെക്കാം. അമ്മച്ചി ഓക്കെ, ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്കപ്പോൾ തുടങ്ങാം. ഇതൊക്കെ പുറത്തേക്ക് എടുത്ത് വെക്കണം. സ്റ്റിക്കി വെക്കണേ. ഇതിന് മണി ബോക്സിന് പേര് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ ഇട്ട് വെക്കുന്നത് കാണാൻ ചെയ്യും. ചേട്ടാ, ഇതിൻ്റെ ഉള്ളിൽ കാലിപ്പെട്ടിയാണ്. ഓക്കെ, എന്തെങ്കിലും നമുക്ക് തുടങ്ങാം. ഈ പെട്ടിയിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മറ്റേ ടെക്സ്ചർ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ചെയ്തിട്ടില്ല ഇതുപോലെ, നമുക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും പുതിയ ബാസ്ക്കറ്റ് നമ്മളെ പഴയ ബാസ്ക്കറ്റ് പോലെ തന്നെ മാറിപ്പോയിട്ടുണ്ട്. ഇനി എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ സെയിം ഇവിടെ ഞാൻ തൊടാറില്ല. അത് കാരണം വൃത്തിയായി. പക്ഷെ എൻ്റെ ബൗൾ നല്ല വൃത്തിയോടായിട്ടില്ല. ഇത് കുഴപ്പമുള്ള കാര്യമില്ല. പിന്നെ കുറച്ച് ജൂട്ടിൻ്റെ ഒരു ത്രെഡ്. ഈ ത്രെഡ് ഞാൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞെടുത്തത്. പക്ഷെ ഞാൻ ആവശ്യത്തിന് എടുത്തപ്പോൾ പിന്നെ അത് ആവശ്യമുണ്ട്. തുമ്പലുണ്ട്. ഇത്രയും ജൂട്ടെടുത്ത. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കൊട്ടകളിലൊക്കെ ഒന്ന് കുടഞ്ഞ് നോക്കണ്ടേ. അപ്പോൾ നമുക്ക് നോക്കട്ടെ ഫോണിൽ. ഓക്കെ, ഈ കൊട്ടേനെ ആദ്യം നോക്കാം. ട്രൈപോഡ് ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഈ സ്റ്റാൻഡ് ഞാൻ എടുത്ത് യൂസ് ചെയ്യുന്നു. കാർഡ്ബോർഡ് ഞാൻ യൂസ് ചെയ്യുന്നില്ല. അത് കുറേ പാനും സ്കെച്ചുകളും ഉണ്ട്. ബ്രഷ് പെൻസ് വാങ്ങിയതിന് ശേഷം ഞാൻ ഈ സ്കെച്ചൊന്നും ഉപയോഗിക്കാറില്ല. പക്ഷെ ഞാൻ ബ്രഷ് പെൻസിൽ യൂസ് ചെയ്യാറില്ല. പിന്നെ സ്കെച്ചുകളല്ലാത്ത സാധനങ്ങളൊക്കെ നമുക്ക് പറക്കിയെടുക്കണം. ഗ്ലൂ സ്റ്റിക്ക് ഇത്ര ഉള്ളോ? 3 കുറേ ഉണ്ടല്ലോ, നോക്കണം. ഓക്കെ, എന്തായാലും ഇത്രയും സാധനങ്ങൾ നമുക്ക് കിട്ടി. എന്തായാലും സ്കെച്ച് നമുക്ക് എടുത്ത് വയ്ക്കണം. അതിനൊരു ഓർഗനൈസർ ഉണ്ടാക്കേണ്ടി വരും. ഒരു പെട്ടി എടുത്ത് വയ്ക്കാം. ഇപ്പോൾ തൽക്കാലത്തിന് ഇവിടെ ഇരിക്കട്ടെ, എപ്പോഴെങ്കിലും കിട്ടും.
വീണ്ടും ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഈ എക്സ്റ്റൻഷൻ ബോക്സ് വെറുതെ എടുത്ത് വെച്ചേക്കുന്നു എന്നുള്ള ഞാനത് യൂസ് ചെയ്യില്ല. ഞാൻ സാധാരണ ഗ്ലൂ ഗണ്ണിൻ്റെ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ അവിടെ കുത്തിയിട്ട് ചൂടായിട്ട് അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ ഇങ്ങനെ ഒട്ടിക്കുന്നു. അല്ലാണ്ട് ഞാൻ ചെയ്യാറില്ല. പിന്നെ ഒരു പെൻ സ്റ്റാൻഡ് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ഒരു പെൻസിൽ ഇതൊക്കെ എടുത്ത് വെക്കണം സാധനം. അല്ലാത്തതൊന്ന് തൂരക്കറികളാണോ മാത്രം ചോദിക്കരുത്. തൂരക്കറികളൊന്നുമല്ല. ഓക്കെ, എന്തായാലും ടേപ്പ് നമുക്കിപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ ഈ കൊട്ടയിൽ എടുക്കണം. ഓ, എൻ്റെ ഫ്രണ്ട് കഴിഞ്ഞ കൊല്ലം തന്നതാണ്. അടുത്ത കൊട്ട നമുക്ക് കൊട്ടേണ്ടിരിക്കുന്നു. ഇതൊക്കെ ആവശ്യമില്ല. നമുക്ക് വേറെ എവിടെ എടുത്തേക്കണം. ആവശ്യമുണ്ട്, പക്ഷേ യൂസ് ചെയ്യാറില്ല. ബ്ലൈൻഡ് ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും ഞാൻ എടുത്ത് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത സാധനങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഞാനത് എവിടെയെങ്കിലും എടുത്ത് വയ്ക്കും ആസ് യൂഷ്വൽ. ഇരുന്ന് പെട്ടെന്ന് അല്ല, പ്രത്യേകിച്ച് ഒന്നും എടുക്കാനൊന്നും വേണ്ടിയില്ല. സ്റ്റിക്കേഴ്സ്. ഈ വീഡിയോ ഞാൻ വലിച്ചു നീട്ടി കുറേ ആക്കുന്നൊന്നുമില്ല. അതാ ഗ്ലൂ ഗൺ അവിടെ ഉണ്ട്. അല്ല, ഗ്ലൂ സ്റ്റിക്ക് എല്ലാതാ ഒരെണ്ണം കൂടി ഉണ്ട്. പെൻസ്. എൻ്റെ കണ്ടുപോയത്. പെൻസിൽ, സ്കെച്ച്. ഈ ഫയൽ ഞാൻ മര്യാദയ്ക്ക് എടുത്ത് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് കവർ. അത് നമുക്ക് കബോർഡിൽ വേറെ കബോർഡിൽ വെക്കണം. ഇതിലെന്താണെന്ന് എനിക്കറിയാം. ഓ ഗൈസ്, LED ബൾബ്. LED ബൾബ് എടുത്ത് വെച്ചു. കത്തുന്നൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും ഇളക്കാനൊക്കെ വയ്ക്കും. കളർ പാലറ്റും എന്തെങ്കിലും ജോമെട്രി ബോക്സ്. ഇതെന്താ? ഓ, ഇതെൻ്റെ ബ്രേസ്ലെറ്റ്സ് ഒക്കെ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ എടുത്ത് വയ്ക്കും. എൻ്റെ മറ്റേ ഫ്ലവറിൻ്റെ അത് പൊട്ടിയുണ്ട്. അപ്പോൾ ഞാനത് എടുത്ത് വെച്ചിട്ട് ഈ പൗച്ച് ഇതിൽ തന്നെ വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇനി സ്റ്റിക്കേഴ്സ് പോലത്തുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വയ്ക്കാം. ഇതിപ്പോൾ എന്തായാലും ഈ കൊട്ട റെഡി. ഞാൻ വിചാരിക്കുന്നു ഇത് ഇതിൽ വെക്കണ്ട, വേറെ വെക്കാം. ഈ സ്റ്റേഷനറീസ് ഒക്കെ ഒതുക്കി വയ്ക്കുന്നുണ്ട് കൂട്ടത്തിൽ വയ്ക്കാം. എന്തായാലും നമുക്ക് നോക്കണം. പെൻ സ്റ്റാൻഡ് ആക്കിയിട്ടില്ല, പക്ഷേ അതാക്കുന്നത് വരെ ഒരു ആക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടൊരു സാധനമാണ്. ഈ ബ്ലൈൻഡ് ബാഗ് ഉള്ളിലേക്ക് കൊടുത്തിട്ട് കവായി സ്റ്റിക്കേഴ്സ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കൂട്ടി കയറ്റി വയ്ക്കുകയാണ്. എന്തായാലും സ്റ്റിക്കേഴ്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റിക്കി നോട്ട്സ്. $50 സബ്ബാവാം. ഒരു സബും കൂടി മതി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ സ്റ്റിക്കി നോട്ട്സ് ഈ റിബണിൻ്റെ ഒരു സെറ്റ് ഞാനൊരു എന്താ റോസ എന്തോ ക്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയത്. പിന്നെ ഇയാൾ തിരിഞ്ഞിട്ടില്ല. അത് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇത് വെച്ചിട്ട് ഞാൻ ബോ വല്ലതും ഉണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും കുത്തണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നാളെ സെക്കൻഡ് സാറ്റർഡേ ആണ്, ലീവാണ്. ഞങ്ങളുടെ സാറ്റർഡേ ഇല്ല ലീവാണ്. ഓക്കെ, ഈ ഫയൽ ഇതിൻ്റെ ഉള്ളിൽ എന്താ ഞാൻ
ഇരിക്കുന്നത് കുത്തിക്കയറി ആരും അപ്പോൾ എന്തായാലും